പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി പോകുന്നത് ഈ ദിവസം നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ബിഗ്ഗസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണൂർ ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം നിലച്ചതോടെ KSEBക്ക് പ്രതിദിന നഷ്ടം 14.4 ലക്ഷം രൂപയാണ്. കനാലിൽ രൂപപ്പെട്ട വെള്ളൽ കാരണം ജൂൺ 26-നാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. മഴക്കാലത്ത് മാത്രം ഉൽപാദനം നടത്താൻ സാധിക്കുന്ന പദ്ധതി പുനരാരംഭിക്കാൻ ശ്രമങ്ങളില്ലാത്തതോടെ ഈ സീസണിൽ 25 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന കണക്ക് കൂട്ടലിലാണ് ഇപ്പോൾ വകുപ്പ്. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റിലേക്ക്. കേരള കർണാടക അതിർത്തിയിൽ ബാരാപ്പോൾ പുഴയ്ക്ക് കുറുകെ ട്രെഞ്ച് വിയർ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് ബാരാപ്പോൾ. ഡാമില്ലാതെ പുഴയുടെ അടിത്തട്ടിൽ ചാലുണ്ടാക്കിയുള്ള രീതിയായതിനാൽ പാരിസ്ഥിതിക വെല്ലുവിളിയില്ലാത്ത പദ്ധതി എന്നത് മറ്റൊരു സവിശേഷത. 10 പൈസ ചെലവിൽ വൈദ്യുതി ഉൽപ്പാദനം നടത്താനാവുന്ന പദ്ധതി KSEBക്ക് മുതൽക്കൂട്ടാണ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിദിനം 14.4 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ബാരാപ്പോളിൽ ഇപ്പോഴുണ്ടാകുന്നത്. നിർമ്മാണ സമയം മുതലുള്ള അശ്രദ്ധ ഇപ്പോഴും തുടരുന്നതിന്റെ ഫലം കൂടിയാണ് ഈ നഷ്ടം. ജൂൺ 26-ന് അനുബന്ധ കനാലിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തുകയായിരുന്നു. 5 മെഗാവാട്ടിന്റെ 3 ജനറേറ്ററുകളാണ് ബാരാപ്പോളിലുള്ളത്. ഒരു ജനറേറ്റർ 24 മണിക്കൂറും പ്രവർത്തിച്ചാൽ 1.2 ലക്ഷം യൂണിറ്റ് ഉൽപ്പാദനം സാധ്യമാകും. ഈ കണക്കിൽ ശരാശരി 4 രൂപ നിരക്കിൽ 14.4 ലക്ഷം രൂപയുടെ ഉൽപ്പാദനം നടക്കേണ്ട പദ്ധതിയാണ് അധികൃതരുടെ അനാസ്ഥയിൽ നിശ്ചലമായി കിടക്കുന്നത്. മഴക്കാലത്ത് മാത്രമാണ് ബാരാപ്പോളിൽ വൈദ്യുതി ഉൽപ്പാദനം. പ്രതിവർഷം 36 ദശലക്ഷം യൂണിറ്റ് ഉൽപ്പാദന ശേഷിയുള്ളിടത്ത് പക്ഷേ കഴിഞ്ഞ 9 വർഷത്തിനിടെ 5 വർഷവും അധിക ഉൽപ്പാദനം നടന്നു. 2017-ൽ 40.5 ദശലക്ഷം യൂണിറ്റ്, 2021-ൽ 49.83 ദശലക്ഷം യൂണിറ്റ്, 2022-ലും 24-ലും 43 ദശലക്ഷത്തിലേറെ യൂണിറ്റ് എന്നിങ്ങനെയായിരുന്നു ഉൽപ്പാദനം. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം നൽകുന്ന പദ്ധതിയെന്ന് ഈ കണക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. എന്നാൽ വിള്ളൽ രൂപപ്പെട്ട് 3 മാസം കഴിഞ്ഞിട്ടും തകരാർ പരിഹരിച്ച് ഉൽപ്പാദനം തുടങ്ങാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കനാലിന് പകരം പൈപ്പുകൾ സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങുന്നതിന്റെ സാധ്യത പരിശോധിച്ചിരുന്നെങ്കിലും അപ്രായോഗികമെന്ന് കണ്ടെത്തിയതായാണ് സൂചന. വിള്ളൽ ശാശ്വതമായി പരിഹരിക്കാതെ പ്രവർത്തനം തുടങ്ങാൻ അനുവദിക്കില്ലെന്ന നിലപാട് നാട്ടുകാർ സ്വീകരിച്ചതും പ്രതിസന്ധിയാണ്. തുടക്കം മുതൽ തന്നെ കനാലിൽ വിള്ളലുകൾ രൂപപ്പെട്ടിരുന്നു. ഇത് പരിഹരിക്കാൻ 2 കോടിയോളം രൂപ ചിലവഴിക്കുകയും ചെയ്തു. പ്രവർത്തനം നിലച്ചതോടെ ഈ സീസണിൽ ആകെ നഷ്ടം 25 കോടി രൂപയോളം വരുമെന്നാണ് കണക്കുകൂട്ടൽ. വരുന്ന സീസണിൽ പ്രവർത്തനം നടക്കുമെന്നതിലും നിലവിൽ ഉറപ്പില്ല. പീക്ക് സമയങ്ങളിൽ വൻ വില നൽകി വൈദ്യുതി വാങ്ങാൻ നിർബന്ധിതരാകുന്ന KSEBയാണ് മനസ്സുവെച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തെ പരിഗണിക്കാതിരിക്കുന്നത്. മന്ത്രിയും ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലം സന്ദർശിച്ചെങ്കിലും നടപടികൾ മാത്രം ഉണ്ടായിട്ടില്ല. സോയിൽ പൈപ്പിംഗ് വഴി ഇനിയും വിള്ളലുണ്ടായാൽ കനാൽ കരയിൽ താമസിക്കുന്നവർക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്ക്. പരമാവധി ഉൽപ്പാദന ശേഷി 36 ദശലക്ഷം യൂണിറ്റ്. ഉൽപ്പാദനമാകട്ടെ ഇതിനേക്കാൾ എത്രയോ കൂടുതൽ. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത് വെറും 10 പൈസ മാത്രം. പാരിസ്ഥിതികാഘാതം എന്ന പ്രശ്നങ്ങൾ ഇല്ലാത്ത വിധത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയെല്ലാമാണെങ്കിലും ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ പേരിൽ KSEBക്ക് ഇപ്പോൾ പ്രതിദിനം 14.4 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. ഈ മഴ സീസണിൽ മാത്രം നഷ്ടം 25 കോടിയാകുമെന്നാണ് കണക്കുകൂട്ടൽ. അധികൃതരുടെ അനാസ്ഥയൊന്ന് മാത്രമാണ് ഇതിന് കാരണം. കണ്ണൂരിൽ നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.